നമസ്കാരം. UPI വഴിയുള്ള പണമിടപാടുകൾക്ക് ഫീസ് ചുമത്താമെന്നുള്ള ഒരു ബില്ല് ലോക്സഭ പാസ്സാക്കിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് നമുക്കറിയാം, ഇപ്പോൾ പണം കൈകൊണ്ട് തൊടാറില്ല എന്നുള്ളത് ഒരു വസ്തുതയായി എല്ലാവരെ സംബന്ധിച്ചും ഒരു വസ്തുതയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. തീർച്ചയായും ഏതാവശ്യത്തിനും ബസ്സിൽ ടിക്കറ്റ് എടുക്കാനായാലും ചായ കുടിക്കാനായാലും നമ്മൾ വലിയ മറ്റ് പർച്ചേസുകൾക്കെല്ലാം ആയാൽ തന്നെ UPI ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നാൽ ഈ UPIക്ക് ഒരു ഫീസ് ഉണ്ടായിരുന്നില്ല. ഈ സംവിധാനം വളരെയധികം ജനകീയവും ഒപ്പം തന്നെ വ്യാപകവുമാവാൻ ഇന്ത്യയിൽ ഏത് തലത്തിലേക്കും അത് ഉപയോഗിക്കാവുന്ന തലത്തിലേക്ക്, നമുക്കറിയാം ആരാധനാലയങ്ങളിൽ നേർച്ചയ്ക്ക് പോലും UPI സംവിധാനം വന്ന ഒരു നാടാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ ഇത്രത്തോളം ജനകീയമായ ഈ സംവിധാനത്തെ ലോക്സഭ പാസ്സാക്കിയ പുതിയ ബില്ലിൻ്റെ സാഹചര്യത്തിൽ ഈ സംവിധാനത്തിന് മേൽ ഒരു തുക ചുമത്തപ്പെടുന്നു, അല്ലെങ്കിൽ അതിനൊരു ഫീസ് ഈടാക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഈ സംവിധാനത്തിൻ്റെ ജനകീയത നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് മേൽ ഇതിൻ്റെ ഭാരം ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമോ എന്നുള്ള ഒരു ആശങ്കയാണ് ഇന്ന് രാജ്യത്തുള്ളത്. ഇത് സംബന്ധിച്ച് നമ്മളുമായി ആശയം പങ്കുവയ്ക്കുന്നതിന് അല്ലെങ്കിൽ ഇതേക്കുറിച്ച് സംസാരിക്കുന്നതിന് നമുക്കൊപ്പമുള്ളത് ബാങ്കിങ് രംഗത്തെയും ഒപ്പം തന്നെ നമ്മുടെ SBIയുടെ മുൻ ചീഫ് ജനറൽ മാനേജറും വിദേശ രാജ്യങ്ങളിൽ പോലും ബാങ്കിങ് രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ളതുമായ S. ആദികേശവൻ സാറാണ്. അദ്ദേഹത്തെ ദേശാഭിമാനിയുടെ പേരിൽ ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. സാർ, നമുക്ക് പറഞ്ഞെടുത്ത് തന്നെ തുടങ്ങുന്നതായിരിക്കും നല്ലത് സാർ. നമുക്ക് വളരെ ജനകീയമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ UPIക്ക് ചാർജ് ചുമത്താനുള്ള ഒരു അധികാരം നൽകിക്കൊണ്ടുള്ള ഒരു ബില്ലാണ് പാസ്സാക്കിയിരിക്കുന്നത്. ഇതിനെ എങ്ങനെ കാണുന്നു താങ്കൾ എന്നുള്ളതും, ഒപ്പം തന്നെ ഈ ആശങ്കകൾ ജനങ്ങളുടെ മേൽ അമിതഭാരം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഈ ഫീസ് ചുമത്തുന്നത് ഇതിൻ്റെ ജനകീയത ഇല്ലാതാക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഈ വിഷയം പത്രത്തിൽ വായിച്ചു മാത്രമല്ല, എല്ലാവരും തന്നെ ഈ ഒരു ആശങ്ക സുധീഷ് സൂചിപ്പിച്ചതുപോലെ UPI ഇതുവരെ ഫ്രീ ആയിരുന്നു മൊത്തത്തിൽ. അപ്പോൾ ഒരു 5 രൂപയുടെ ചായ കുടിച്ചിട്ട് വരെ ബോംബെയിലൊക്കെ നമുക്കറിയാമല്ലോ, രാവിലെ ഒരു ഏറ്റവും ചെറിയ കപ്പ്, ആ ഒരു വലുപ്പമുള്ള അത്രയും ചെറിയ വലുപ്പമുള്ള കപ്പ് ഞാൻ കേരളത്തിൽ കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ വർക്ക് ചെയ്യാൻ പോകുന്ന വർക്കേഴ്സും മറ്റുള്ള ആൾക്കാരും ഒക്കെ സാധാരണ ഒരു ദിവസം ആരംഭിക്കുന്നത് ഈ 5 രൂപ ചായ അല്ലെങ്കിൽ 5 രൂപ കാപ്പി, ഒരു പാൽപ്പായസം പോലെ മധുരമൊക്കെ ഉള്ള അവർക്കൊരു എനർജി കിട്ടും. പക്ഷെ അതിന് പോലും നമ്മുടെ UPI ട്രാൻസാക്ഷൻസ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു. പിന്നെ മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഈ UPI ട്രാൻസാക്ഷൻസ് ഇത്രയും വിപുലമായതിന് ശേഷം മിക്കവാറും എല്ലാവരും, ഇപ്പം ഞാൻ പോലും പലപ്പോഴും ക്യാഷോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ഈവൻ ഡെബിറ്റ് കാർഡോ ഒന്നും എടുക്കാതെ നമുക്ക് പുറത്തു പോകാം, മൊബൈൽ ഫോൺ മാത്രം മതി. ആരാധനാലയങ്ങളിൽ വരെ രസകരമായ കാര്യം അത് പറഞ്ഞതുകൊണ്ട് ഞാനിതിൻ്റെ ആദ്യം തന്നെ ഇതിൻ്റെ വ്യാപ്തി എത്രയാണെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. 2016-17 ഞാൻ സിംഗപ്പൂർ പോയപ്പോൾ, സിംഗപ്പൂരിൽ ബുദ്ധിസ്റ്റ് അമ്പലങ്ങളുണ്ട്, ടെമ്പിൾ എന്ന് തന്നെയാണ് അവരും പറയുന്നത്. അപ്പോൾ അവിടെ ഇതുപോലെ കാണിക്ക ഒരു പരിപാടി അല്ലെങ്കിൽ സിസ്റ്റം അവിടെയുണ്ട്. അപ്പോൾ ഒരു 6-7 വയസ്സുള്ള സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഞാൻ ചുമ്മാ അമ്പലം കാണാനായിട്ട്, ബുദ്ധിസ്റ്റ് മന്ദിരം എന്ന് പറയുമ്പം നമ്മുടെ ഇതേ ആർക്കിടെക്ചർ അല്ലല്ലോ, കൗതുകം കൊണ്ട് കയറിയപ്പോൾ ആ കുട്ടി സ്കാൻ ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്ത് കാണിക്കയിടുന്നു. അപ്പോൾ ഞാനത് വന്നിട്ടിവിടെ എനിക്കൊന്ന് ഡെക്കൺ ക്രോണിക്കിളോ മറ്റേ എഴുതിയിരുന്നു. അപ്പോൾ ആ സംഗതി നമ്മുടെ രാജ്യത്ത് വളരെ പെട്ടെന്ന് പ്രചാരത്തിൽ വന്നു, പരക്കെ ഉപയോഗിക്കപ്പെടുന്നു. ഇപ്പോഴുള്ള കണക്കുകൾ എല്ലാവർക്കും അറിയാം ഉപയോഗിക്കുന്നു, എന്നാലും അതിൻ്റെ ഒരു കണക്ക് പറയുമ്പോൾ ഇപ്പം നാം മനസ്സിലാക്കുന്നത് ഒരു ദിവസം ശരാശരി 75 കോടി UPI ട്രാൻസാക്ഷൻസ് നടത്തപ്പെടുന്നു. 75 കോടി. വാല്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം കോടി രൂപയുടെ ട്രാൻസാക്ഷനാണ് ഈ 75 കോടി ട്രാൻസാക്ഷൻ വഴി ഒറ്റ ദിവസമാണ്. അപ്പോൾ വളരെ നിസ്സംശയം നമുക്ക് പറയാം. പിന്നെ അവിടെയാണ് ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ചോദ്യം വളരെ റിലവൻ്റായിട്ട് ഉയർന്നു വരുന്നത്. അതായത് ഇപ്പോൾ പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു അമെൻമെൻറ്റ് ടാക്സേഷൻ ബില്ലാണ്. UPI മാത്രമല്ല, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബില്ലിൻ്റെ അകത്ത് വേണമെങ്കിൽ ഇനി ചാർജ് ഈടാക്കാം എന്നുള്ളൊരു വ്യവസ്ഥ അംഗീകരിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യവസ്ഥ വരുമ്പം സാധാരണക്കാർക്ക്
വളരെ പാവപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ അതിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് തീർച്ചയായും ഈ ആശങ്ക ഉന്നയിക്കപ്പെടണം. പക്ഷേ ഇതിൻ്റെ സ്ട്രക്ചറും പിന്നെ ഇതിൻ്റെ കണക്കുകളും പരിശോധിക്കുമ്പോൾ ആദ്യമേ തന്നെ നമുക്ക് മൊത്തത്തിലൊരു ക്ലാരിഫിക്കേഷനായിട്ട് പറയേണ്ടത്, എൻ്റെ അനുമാനത്തിൽ ഇനി ഒരു 5-10 വർഷമെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഈ UPI ഇപ്പോൾ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ തുടരാനായിട്ടുള്ള ഒരു സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ സാമ്പത്തിക കണക്കുകളാണ് നമ്മൾ ഈ NPCI എന്നുള്ള കമ്പനിയുടെ പെർഫോമൻസ് ഫിഗേഴ്സ് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഈ UPI എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അത് അറിയണമെന്നില്ല. കാരണം ഇപ്പോൾ യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം QR കോഡ് സ്കാൻ ചെയ്യുക ചെയ്യുക. പക്ഷേ ഏത് കമ്പനിയാണ് ഈ UPI ഒരു പ്ലാറ്റ്ഫോം, പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ്, ആ പ്ലാറ്റ്ഫോം ഒരുക്കി ആളുകൾക്ക് നൽകിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതാണ് ഈ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അതൊരു പൊതു കമ്പനിയാണ്. ഇതിൽ ഇക്വിറ്റി, മൂലധന നിക്ഷേപം, പൊതുമേഖലാ ബാങ്കുകളും പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും, പിന്നെ കൺട്രോൾ കംപ്ലീറ്റ്ലി പബ്ലിക് കൺട്രോൾ, അതായത് പബ്ലിക് സെക്ടർ എന്ന് വേണമെങ്കിൽ പറയാം, ഗവൺമെൻറ് എന്ന് പറയാം, RBI എന്ന് പറയാം. അവിടെയാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം കിടക്കുന്നത്. ലോകത്തിലൊരു രാജ്യത്തും പ്രത്യേകിച്ചും വികസിത രാജ്യങ്ങളിൽ ഈ പബ്ലിക് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറും പൂർണ്ണമായും സ്വകാര്യ മൂലധനത്തിൻ്റെ കൺട്രോളിലല്ലാതെ പബ്ലിക് കൺട്രോളിൽ ഫങ്ഷൻ ചെയ്യുന്ന, അതേസമയം വളരെ വിപുലമായിട്ട് യൂസ് ചെയ്യപ്പെടുന്ന ഒരു സിസ്റ്റമാണ് ഈ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കമ്പനി UPI പ്ലാറ്റ്ഫോം. ബാങ്കുകളെ ബന്ധിപ്പിക്കുന്നു. ഇപ്പോൾ എനിക്ക് സുധീഷിന് കാശ് തരണം എന്നുണ്ടെങ്കിൽ അയക്കാം, ആർക്ക് വേണമെങ്കിലും അയക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും. ഫൈനലി ഇതിലുള്ള ഏറ്റവും വലിയ മെച്ചം, ഇതുവരെ നമ്മൾ വളരെ പോസിറ്റീവായിട്ടും പ്രകീർത്തിച്ചും പറഞ്ഞിരുന്നത് ഈ UPI എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ അല്ലെങ്കിൽ ഫീച്ചർ എന്ന് പറയുന്നത് ഇത് 0 ടച്ചാണ്, 0 കോസ്റ്റാണ്, 0 ടൈമാണ്. ഒട്ടുമേ ഡിലേ ഇല്ല ഈ പേയ്മെൻറ്റിന്, 0 കോസ്റ്റ്. അപ്പം മഹത്തരമായ പൊതു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറാണ് UPI NPCI. ഇന്ത്യയുടെ പൊതുസ്വത്താണ്, നമുക്ക് അഭിമാനിക്കാവുന്നതാണ്, ഇന്ത്യൻ ബ്രെയിൻസ് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. ആ രീതിക്ക് എല്ലാവർക്കും ഇതിൽ അഭിമാനിക്കാം. ഈ സ്ഥിതി തന്നെ തുടർന്ന് പോകണം എന്ന് മാത്രമല്ല, പോകാനായിട്ട് സാധിക്കും എന്നാണ് ഇതിൻ്റെ കണക്കുകൾ നോക്കുമ്പോൾ എനിക്ക് വ്യക്തമാവുന്നത്. ആ ഒരു അഭിപ്രായത്തിൽ ഇനിയിപ്പം വേറെ ഡേറ്റ വല്ല ആരെങ്കിലും കൊണ്ടുവന്ന് ഞാൻ മാറ്റാം. പക്ഷേ ആസ് ഓഫ് നൗ ഐ എം കൺവിൻസ്ഡ്. യെസ്, മാറ്റം വരുത്തുന്നത് ശരിയല്ല എന്ന് മാത്രമല്ല, മാറ്റം വരുത്താതെ കൊണ്ടുപോകാനുള്ള ധനകാര്യ ഒരു സ്ഥിതി, സാമ്പത്തിക കെൽപ്പ് ഈ സംവിധാനത്തിന് ഉണ്ട്. സാർ, അപ്പോൾ നമുക്ക് ഇപ്പോൾ UPI പേയ്മെൻറ്റ് സംവിധാനത്തിന് ഇങ്ങനെ ഫീസ് ഏർപ്പെടുത്താൻ വേണ്ടിയുള്ള ഈ ബില്ല് വന്നതിന് ശേഷം ഇത് വലിയ ചർച്ചയാവുന്നു, വലിയ വിവാദങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ധനമന്ത്രാലയം കഴിഞ്ഞ ദിവസം ഒരു പുതിയ ഉത്തരവ് ഇറക്കുകയാണ്. എന്താണ് പറയുന്നത്? അപ്പോൾ ഒരു പരിധി നിശ്ചയിക്കുകയാണ്. ഇത്ര പരിധി, 2000 രൂപയിൽ താഴെയുള്ളവർക്ക് ഫീസ് ഉണ്ടാകില്ല, മുകളിലുള്ളവർക്ക് ഉണ്ടാകും എന്നാണ് പറയുന്നത്. പിന്നെ MDR സംവിധാനത്തിലും ഈ ഫീസ് ഉണ്ടാകുമെന്ന് പറയുന്നു. പക്ഷെ നമുക്കറിയാം, നമ്മളെ മുൻകാല അനുഭവങ്ങളൊക്കെ പരിശോധിച്ചാൽ ഇപ്പോൾ ATMൻ്റെ കേസിലറിയാം സാർ. ATM എത്ര തവണ നമ്മൾ ATMൽ പോയി പണം പിൻവലിച്ചാലും ഒരു ഫീസും ഈടാക്കിയിരുന്നില്ല തുടക്കത്തിൽ. പക്ഷേ പിന്നീട് 6 ട്രാൻസാക്ഷൻ ഫീസ്, പിന്നീട് അത് 3 ആയി, പിന്നീട് അതിന് മാറ്റം വരുന്നൊരു സാഹചര്യം. ഇത്തരത്തിൽ തന്നെ നമ്മൾ നേരത്തെ ബാങ്കിൻ്റെ നമ്മുടെ മിനിമം ബാലൻസിൻ്റെ കാര്യത്തിലും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലെല്ലാം കാണുന്നത് അവസാനം ഇത്തരം പരിഷ്കാരങ്ങൾ, ഡിജിറ്റൽ പരിഷ്കാരങ്ങളായാലും ഇത്തരം പരിഷ്കാരങ്ങളൊക്കെ വരുമ്പോൾ സാധാരണ ഒരു ഉപഭോക്താവിന് അല്ലെങ്കിൽ ബാങ്കിൽ സേവനം വാങ്ങുന്ന ആൾക്ക് മേൽ ഈ ഭാരം ചുമത്തപ്പെടുന്ന ഒരു സാഹചര്യം. സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യം പോലുള്ള വലിയൊരു വിഭാഗം വളരെ താഴേക്കിടയിൽ നിൽക്കുന്ന ഒരു ജനങ്ങളുള്ള ഒരു രാജ്യം. അപ്പോൾ ഇതിലും അത്തരത്തിലുള്ളൊരു കെണി ഉണ്ടാവാനുള്ളൊരു സാധ്യതയാണ് പലരെയും ആശങ്കപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ അത് തന്നെയാണോ ഇതിൻ്റെ ലക്ഷ്യം? പ്രശ്നം ഉന്നയിക്കുമ്പോൾ തന്നെ ആ ഉന്നയിക്കുന്ന കാര്യത്തിലുള്ള ഒരു പ്രശ്നം
പലപ്പോഴും എന്താണ് വ്യക്തമായിട്ടുള്ള കാര്യങ്ങളല്ല പൊതുമധ്യത്തിൽ ഈ സംവിധാനത്തെക്കുറിച്ചും ഇപ്പോൾ ATM ലിമിറ്റിനെ കുറിച്ച് സുധേഷ് പറഞ്ഞു. കൂടാതെ മിനിമം ബാലൻസ്, പിന്നെ ഈ PMJDY എന്ന് പറയുന്ന അക്കൗണ്ട്, പ്രധാനമന്ത്രി ജൻധൻ യോജന, അതിനു മുമ്പേ തന്നെ അതിന് ഒരു പേരുണ്ടായിരുന്നു, ബേസിക് ബാങ്കിങ് അക്കൗണ്ട്. അതായത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു വ്യക്തി, ബാങ്കുകൾ മനസ്സിലാക്കിയിട്ടില്ല, പൊതുപ്രവർത്തകർ പോലും ശ്രദ്ധിച്ചിട്ടില്ല, ആൾക്കാർക്ക് ഇന്നും അറിയാതെ പോകുന്നത് കറക്റ്റായിട്ട് നിർദ്ദേശമുണ്ട്. അതായത് ഒരു വ്യക്തി സ്വന്തം ഫോട്ടോ മാത്രം കൊണ്ട് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഒരു രേഖയും വേണ്ട, അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നാണ് RBIയുടെ നിർദ്ദേശം. തീർച്ചയായിട്ടും അത് പാലിക്കപ്പെടുന്നില്ല ഇല്ല. സുധീഷ് ഈ പത്രപ്രവർത്തനത്തിലൊക്കെ ആരുടെങ്കിലും ചോദിച്ചു നോക്കൂ. അതായത് RBIയുടെ നിർദ്ദേശം ഇന്നും ഉണ്ട്, അന്നും ഉണ്ടായിരുന്നു. അതിനെ ഈ ബേസിക് ബാങ്കിങ് അക്കൗണ്ട് ഒരു രേഖയില്ല, പടം മാത്രം വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പ് വാങ്ങിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് കൺട്രോൾസ്? 1 ലക്ഷം രൂപയിൽ കൂടുതൽ ട്രാൻസാക്ഷൻസ് ഒരു വർഷം വരാൻ പാടില്ല അക്കൗണ്ടിൽ. ഓക്കെ, അങ്ങനത്തെ ചില നിബന്ധനകൾ. അതായത് വളരെ പരിമിതമായ ഒരാൾക്ക്, സാധാരണ ഇങ്ങനെ വരുന്ന ആൾക്ക് ഒരു ധനസ്ഥിതി താഴെ കിടയിലെ ആളായിരിക്കുമല്ലോ, അങ്ങനെ സംവിധാനം ഉണ്ട്. അത് നമ്മൾ പലപ്പോഴും എൻഫോഴ്സ് ചെയ്യുന്നില്ല. എനിക്കും അറിയാം, പല ബാങ്കുകൾക്കും അറിയില്ല, പൊതുപ്രവർത്തകർ പറയുന്നില്ല. ഈ ആശങ്ക അത് ഞാൻ അംഗീകരിക്കുന്നു. ഇങ്ങനെ മാറ്റം വരുമ്പോൾ തീർച്ചയായിട്ടും മാധ്യമങ്ങളിൽ കമൻറ്റ് വരുന്നു. ആൻഡ് ഈ വ്യവസ്ഥ വന്നതിന് ശേഷം ഇതിനെക്കുറിച്ച് എഡിറ്റോറിയൽ പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ന്യൂസ് പേപ്പേഴ്സിൽ മാത്രമല്ല നമ്മുടെ മലയാളം പത്രങ്ങളിലും ഒക്കെ കണ്ടു. പറയുന്നത് പോലെ. പക്ഷെ അത് ഈ ഫിനാൻസ് മിനിസ്ട്രിയുടെ ഒരു പത്രക്കുറിപ്പോ വല്ലതും വന്നോ എന്ന് വെച്ചാൽ അതായത് ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സോഴ്സസ് കോട്ട് ചെയ്തുകൊണ്ട് കോട്ട് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്, അഥവാ കൊണ്ടുവന്നാൽ. പക്ഷേ ഓഡിക്കോൾ ഇപ്പോൾ എന്തായാലും ഒരു മാറ്റം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ശരിക്കും NPCIക്കോ സർക്കാരിനോ ഒന്നും RBIക്കോ ഇത് നടപ്പാക്കേണ്ട ആവശ്യമില്ല. സാർ ഇപ്പോൾ പറഞ്ഞതിൽ തന്നെ ഒരു ചോദ്യമാവാൻ തോന്നുന്നു. ഞാൻ പറയുന്നത് ബാങ്കിങ് എന്നത് ഒരു സേവന മേഖല എന്ന് നമ്മൾ പറയുന്നു. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു സേവനം ഏർപ്പെടുത്തുമ്പോൾ ബാങ്കിന് വലിയ ചിലവുകൾ വരുന്നുണ്ടെന്നുള്ള വാദം അംഗീകരിക്കുന്നു. എന്നാൽ ബാങ്കിന് ഒരു മെച്ചം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ആ മേഖലയ്ക്ക് ഒരു മെച്ചം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉപഭോക്താവായ ഈ പൊതുജനങ്ങൾക്ക് അതിൻ്റെ ഒരു വിഹിതം നൽകുക എന്നുള്ളൊരു ന്യായമായ ചോദ്യമുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം, ഇന്ന് ബാങ്കിങ് മേഖലയിൽ ഈ നോട്ടുകൾ ഇല്ലാതാവുമ്പോൾ തന്നെ വലിയൊരു ചിലവ്, നോട്ട് അച്ചടിക്കുന്ന ചിലവ്, ഒപ്പം തന്നെ ഈ നോട്ട് പിന്നീട് മോശമായി കഴിഞ്ഞാൽ നമ്മളത് തിരിച്ചു വാങ്ങുന്നു, അത് നശിപ്പിക്കുന്നു, അത്തരം ചിലവുകൾ. പിന്നെ ബാങ്കിങ് കൗണ്ടറുകളിൽ സാറിനറിയാം ഒരുപാട് കുറഞ്ഞിരിക്കുന്നു. ബാങ്കിങ് കൗണ്ടറുകളിൽ ക്യാഷ് കൗണ്ടർ കുറഞ്ഞിരിക്കുന്നു. പിന്നെ കടലാസുകളുടെ വലിയ തോതിൽ കടലാസുകളുടെ ഉപയോഗം കുറഞ്ഞിരിക്കുന്നു. ഓരോ കണക്കുകൾ എഴുതി പൂരിപ്പിച്ച് കൊടുക്കേണ്ട കണക്ക്, ഇത്തരത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഇത്തരത്തിലുള്ള ചിലവുകൾ വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഏകദേശം ഒരു കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ 25,000 കോടി വരെ ചില ഇനത്തിൽ വർഷം ഈ ഇനത്തിൽ കുറവുണ്ട്. അല്ല, ഞാൻ പറയുന്നത് GDPയുടെ കാര്യം പരിശോധിക്കുമ്പോൾ GDPയിൽ 1.7 കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത് ഇത്തരം കിട്ടുന്ന തുകയായിരുന്നു. ആ തുകയിൽ വലിയൊരു ലാഭം, 25,000 കോടിയുടെ ലാഭം എന്നാണ് 2014-15 കണക്കാണ് പറയുന്നത്. അന്ന് പോലും അത്രയും വലിയൊരു ലാഭം ആ കുറവ് വന്നപ്പോൾ ഉണ്ടായെന്ന് പറയുകയാണ്. അപ്പോൾ ആ തുക പോരെ, സാറ് പറഞ്ഞൊരു കണക്ക് ചേർത്ത് വായിക്കുകയാണ്. ഇത്തരത്തിൽ ചിലവ് കുറയുന്നു, ആ ചിലവ് ഇതിന് ഉള്ളൊരു ചിലവായി കാണുകയും, ഒപ്പം തന്നെ സാറ് നേരത്തെ പറഞ്ഞ പോലെ വേറെ നമുക്ക് പെട്ടെന്ന് കാണുന്ന തരത്തിലുള്ള ചിലവുകളൊന്നും ഇല്ലാത്ത സാഹചര്യത്തിലും ഇതിന് ഒരു ഫീസ് ഈടാക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യമായി തോന്നുന്നുണ്ടോ സാർ? എൻ്റെ ഒരു കാഴ്ചപ്പാട് ആദ്യമേ പറഞ്ഞിട്ട് നമുക്ക് UPI കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ഒന്ന്, അർഹതപ്പെട്ട ആൾക്കാർക്ക്, വേണ്ടുന്ന ആൾക്കാർക്ക്, പാവപ്പെട്ടവർക്ക് മിക്കവാറും എല്ലാ സേവനവും കഴിയുമെങ്കിൽ സർക്കാർ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കണം. ഒരു സംശയമില്ല എൻ്റെ മനസ്സിൽ. ഇപ്പോൾ കേരളത്തിലൊക്കെ പരക്കെ നല്ല ക്വാളിറ്റിയുള്ള മെഡിക്കൽ കെയർ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഈ വിദേശത്തൊക്കെ താമസിച്ച് നമ്മളുമായിട്ട് സംസാരിക്കുന്നവരും തിരിച്ചു വന്നവരും ഒക്കെ ഉണ്ടല്ലോ. ഒരു കാര്യം, ഈ മെഡിക്കൽ ഒരു സർജറിക്ക് വേണ്ടി ശരിക്കും UKയിലൊക്കെ 6 മാസം 7 മാസം കഴിഞ്ഞിട്ടാണ് നാഷണൽ ഹെൽത്ത് സർവീസിൽ സർജറിക്ക് എടുക്കുന്നത്.
നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ വന്നിട്ടില്ല. പോരായ്മകളില്ലെന്നല്ല, പോരായ്മകളുണ്ട്. പക്ഷേ നമ്മുടെ ഒരു വികസ്വര രാജ്യമാണ്. അപ്പം നമ്മൾ മുന്നേറിക്കൊണ്ട് ഇരിക്കുന്നു. നേരത്തെക്കാളും കാര്യങ്ങൾ മെച്ചപ്പെട്ടോ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും കറക്ഷൻ, തിരുത്തൽ അവിടെ അത്യാവശ്യമാണ്. ഇനി ഈ ഫ്രീ അല്ലെങ്കിൽ സൗജന്യ നിരക്കുള്ള എൻ്റെ കാഴ്ചപ്പാടിൽ ആർക്കൊക്കെ സർവീസിന്, സേവനത്തിന് പൈസ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കെൽപ്പുണ്ടോ, ഇപ്പോൾ ഞാൻ പറയുന്നത് സർക്കാർ ജീവനക്കാർ, ബാങ്കിലെ ജീവനക്കാർ, സ്ഥിര വരുമാനമുള്ള പ്രൈവറ്റ് സെക്ടറിലെ ആൾക്കാർ, ഇവർക്കൊക്കെ സാധാരണ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന അതേ സേവനമാണെങ്കിൽ അവർക്ക് ഫ്രീ ആക്കും പോലെ എന്തുകൊണ്ട് ഫ്രീ ആക്കണം? ഇൻഫാക്റ്റ് എൻ്റെ കാഴ്ചപ്പാടിൽ അവർക്ക് സാധാരണ ഈ ഫോർമലായിട്ടുള്ള സെക്ടറിലുള്ള ആൾക്കാർക്ക്, ഇൻകമുള്ള ആൾക്കാർക്ക്, ഇൻകം ടാക്സ് പേയേഴ്സിനൊക്കെ അവരാൽ താങ്ങാൻ പറ്റുന്ന ചാർജുകൾ എല്ലാ സേവനത്തിനും ഈടാക്കണം. അതുമാത്രമല്ല, അതാണ് ഈ ക്രോസ് സബ്സിഡൈസേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഇപ്പം നമുക്ക് മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഫ്രീ ആക്കും. ഇത് ഞാൻ പറയുന്നത് UPI മാത്രമല്ല, നമ്മുടെ ഹോസ്പിറ്റലിലെ സേവനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സേവനങ്ങൾ, മറ്റ് പല രീതിയിലുള്ള സേവനങ്ങൾ. ഉദാഹരണത്തിന് ഈ KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ഞാൻ പറയുന്നത് ഇൻ പ്രിൻസിപ്പിൾ, തത്വത്തിൽ അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്തോ ആയിക്കൊള്ളട്ടെ, ബാങ്കിലോ ഗവൺമെൻറ്റിലോ ഗസറ്റഡ് ഉദ്യോഗസ്ഥകളാണെങ്കിൽ പോലും അവർക്കിപ്പോൾ ടിക്കറ്റ് എടുക്കണ്ടല്ലോ. അതിൻ്റെ ശരിക്കും ആവശ്യമുണ്ടോ? നമ്മളെ കോസ്റ്റൽ ഏരിയയിലുള്ള ഫിഷർ വിമൻ, മത്സ്യത്തൊഴിലാളികൾ, അതേപോലെ എത്രയോ പേരുണ്ട് വീട്ടിൽ ജോലി, തീർച്ചയായിട്ടും വേണം. പക്ഷേ ഒരു വിവേചനം കൂടാതെ എല്ലാ സ്ത്രീകൾക്കും എന്ന് പറയുന്നത്, എസ്പെഷ്യലി ധന മാനേജ്മെൻറ്റിൽ കുറച്ചധികം റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ആയാലും ആ രീതിയോട് ഞാൻ യോജിക്കുന്നില്ല. പിന്നെ ഇത് ഈ ഫ്രീ ആക്കി കൊടുക്കാനായിട്ട് ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഈ NPCI എന്നുള്ള കമ്പനിയാണ് UPI എന്നുള്ള ആ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കിയിരിക്കുന്നത്. NPCI തന്നെയാണ് നമ്മുടെ ATM സ്വിച്ച് എന്ന് നമുക്ക് പറയാം. അതായത് ഇപ്പോൾ നിങ്ങൾ SBIയുടെ ATMൽ HDFCയുടെ അക്കൗണ്ട് ഹോൾഡറാണ് നിങ്ങൾ. HDFC ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് കൊണ്ടുപോയി മിക്കവാറും ഏത് ATM എന്ന് എടുക്കാമല്ലോ, എല്ലാവർക്കും അറിയാം. SBIയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ബാങ്കിൻ്റെ കാർഡാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ബാങ്ക് ATM സ്വിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനിക്ക് ഒരു ഫീസ് കൊടുക്കണം. ഫീസിനെ കുറിച്ച് നമ്മളിപ്പം ബോധർ ചെയ്യേണ്ട, കാരണം അത് ബാങ്കുകളും. അപ്പോൾ ആ ATM സ്വിച്ചിൻ്റെ കൺട്രോളും ഈ NPCIക്കാണ്. അത് 2009-10 തന്നെ വന്നു. അപ്പോൾ ഞാൻ ഈ കണക്കുകൾ നോക്കുമ്പോൾ ഇവർക്ക് NPCIക്ക് ഒരു വർഷം വരുന്ന മൊത്തം വരുമാനം ഇത് എന്തുകൊണ്ട് ഫ്രീ ആക്കിക്കൂടാ, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് നിലനിർത്താൻ പറ്റും എന്നുള്ളതിൻ്റെ കണക്കാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. 3500-3600 കോടിയാണ് വരുമാനം ഒരു വർഷം NPCIയുടെ. ആൻഡ് NPCI നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 8 പ്രകാരം ലാഭത്തിന് വേണ്ടി അല്ലാത്ത ഒരു ലീഗൽ സ്ട്രക്ചറാണ് NPCIക്കുള്ളത്. 3500 വരുമാനം. ഇവരുടെ ചെലവ് ആസ് ഓഫ് നൗ 25 മാർച്ച് വരെയുള്ള കണക്ക് സൈറ്റിലുണ്ട്. 26 ഓഡിറ്റ് ചെയ്ത് തീർന്നു കാണില്ല, സൈറ്റിലില്ല. ഇവർക്ക് ഈ ചിലവ് പോകെ സർപ്ലസ്, പ്രോഫിറ്റ് എന്നുള്ള പദം ഉപയോഗിക്കാത്തത് ഇത് നോട്ട് ഫോർ പ്രോഫിറ്റ് ആയതുകൊണ്ട് ആ പദം അക്കൗണ്ടിങ്ങിൽ ഇവർക്ക് ഉപയോഗിക്കാറില്ല. 1500 കോടി രൂപയാണ് മിച്ചം ഒരു വർഷം. അല്ലെങ്കിൽ ചിലവിനേക്കാളും വരവ് ഉള്ള അന്തരം. അപ്പം ശരിക്കും പറഞ്ഞാൽ 3600 കോടിയാണ് ഇവർക്ക് ഇൻകം മാർജിൻ നമ്മൾ പറയുന്നത്. അതായത് ലാഭം ഡിവൈഡഡ് ബൈ ടോട്ടൽ എമൗണ്ട് ഓഫ് സെയിൽസ്. 100 രൂപ കച്ചവടം നടന്നു, 10 രൂപ ലാഭം കിട്ടിയാൽ മാർജിൻ നമ്മൾ 10% പറയുന്നത് പോലെ NPCIയുടെ ഇപ്പോഴത്തെ മാർജിൻ സാധാരണഗതിയിൽ പറയുകയാണെങ്കിൽ ലാഭം 50% ലാഭം, 1700 കോടിയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനി ഒരു 5-10 വർഷത്തേക്ക് ധനകാര്യത്തിൻ്റെ കണക്കുകളിൽ കമ്പനിയുടെ വിറ്റുവരവ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നുള്ള അതേ അവസ്ഥ തുടർന്നു കൊണ്ടുപോകാൻ സാമ്പത്തികമായി ധനകാര്യപരമായി ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനൊരു ലിമിറ്റ് വരുത്താതെ നമ്മുടെ ഒരു 5-10 വർഷത്തേക്കെങ്കിലും ഇത് ഫ്രീ ആയിട്ട് ആൾക്കാർ അഡോപ്റ്റ് ചെയ്യട്ടെ, ഇനിയും വിപുലമാവട്ടെ
ഇനിയും എത്തപ്പെട്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടല്ലോ. സി ഞാൻ പറയുന്നത് സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിലല്ലേ അതെ ഗൂഗിൾ പേ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫീച്ചർ ഫോൺ എത്രയോ പേര്, ഞാൻ ഗ്രാമീണ മേഖലയിൽ ട്രാവൽ ചെയ്തിട്ട് എത്രയോ കർഷകർ ഇന്നും പഴയ ആ ഫീച്ചർ ഫോൺ, സ്മാർട്ട് ഫോൺ ഇല്ല. നോർത്ത് ഈസ്റ്റിൽ ഇപ്പോൾ സ്മാർട്ട് ഫോണില്ല. കേരളം വെച്ച് നമ്മൾ അളക്കരുത്. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, തീർച്ചയായിട്ടും ഗ്രാമീണ മേഖലയിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ഒരു അനുമാനം ഒരു 25-30% എങ്കിലും പഴയ മറ്റേ ഫീച്ചർ ഫോൺ നോക്കില്ല, സ്മാർട്ട് ഫോൺ ഇല്ല. സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആൾക്കാർ ഉപയോഗിക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നത് അവരെ കൂടി ഉൾച്ചേർക്കാൻ വേണ്ടി ഇൻക്ലൂഷൻ, അത് വന്നു കഴിഞ്ഞാൽ ഓക്കെ, നോർമലായിട്ട് ചർച്ച ചെയ്ത് എല്ലാവർക്കും സ്വീകാര്യമായ, ഇപ്പോൾ ജനങ്ങളെ പ്രതിനിധീകരിച്ച് ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് കാഴ്ചപ്പാട് ആൻഡ് ആദർശപരമായിട്ട് എന്തൊക്കെ വന്നാലും ജനങ്ങളുടെ പക്ഷത്തേ നിൽക്കുകയുള്ളൂ എന്ന് പറയുന്ന പാർട്ടികളുണ്ടല്ലോ. അവരുടെ കാഴ്ചപ്പാട് കൂടി കേൾക്കുക. അവർ ടോട്ടൽ ഫ്രീ എന്ന് പറയുന്നു. ഗവൺമെൻറ് പറയട്ടെ എന്തുകൊണ്ടിപ്പം ഫീ നമുക്ക് ലെവി ചെയ്യേണ്ടി വരുന്നു, ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കട്ടെ. വീണ്ടും ഞാൻ പറയുന്നു, ക്ലാരിറ്റിക്ക് വേണ്ടി ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ സുധീഷിനോട് പറഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ച് പഠിച്ചു. അൺലെസ് പുതിയ വിവരം വന്നില്ലെങ്കിൽ ഇതൊരു 5-10 വർഷം ഇത് ഇങ്ങനെ തന്നെ കൊണ്ടുപോകണം എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ഞാൻ കൺവിൻസ്ഡാണ്. ചിലപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ നമ്മൾ ഈ ബാങ്കിങ് മേഖല ഇപ്പോൾ ചിലവിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അത് തന്നെ ഇത് ഓൺലൈനായി ഈ സംവിധാനം, നമ്മൾ UPI സേവനമാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാം സുതാര്യമായി. നേരത്തെ ഉണ്ടാകുന്ന ഇനി ചെറിയ രീതിയിൽ ഉള്ള ചില ഇടപാടുകളായാലും, ഇപ്പോൾ പണം നേരിട്ട് കാശ് മുടക്കുന്നത് ആരും കണ്ണിൽപ്പെടുന്നില്ല, കാണുന്നില്ല, കൃത്യമായ കണക്കില്ലാതായിരിക്കാം. നമ്മളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുന്ന തുക കാശായിട്ട് കൊടുക്കുന്നു, അതിനൊരു രേഖയില്ല. നമ്മൾ എത്ര കൊടുത്തുവെന്നോ ആ തുക എത്ര അയാൾ വാങ്ങിയെന്നോ ഒരു കണക്കില്ല. ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ആകുമ്പോൾ ഒരു കണക്കുണ്ട്. ഒപ്പം തന്നെ ഇൻകം ടാക്സിൻ്റെ കാര്യത്തിലും ഇത് പ്രയോജനപ്പെടും. ഒപ്പം GSTയിലേക്കും ഈ സംവിധാനത്തിലൂടെ ഒരുപാട് തുക കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അല്പം സാങ്കേതികമായിട്ട് തന്നെ സാറിന് ഇപ്പോൾ മറുപടി പറയാൻ കഴിയും. അപ്പോൾ ഈ സംവിധാനമാകുമ്പോൾ ധനമന്ത്രാലയത്തിനായാലും നമ്മുടെ ഒരു സാമ്പത്തികമായ പ്ലാനിങ് ഏത് കാര്യത്തിലായാലും ഈ രേഖകൾ ലഭിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം കണക്കുകൾ ലഭിക്കുന്നത് ഗവൺമെൻറ്റിന് വലിയ രീതിയിൽ ഉപകാരപ്പെടുകയും ഒപ്പം തന്നെ ചില സംവിധാനങ്ങൾക്ക് വേണ്ടി വേറെ ചിലവൊന്നും നടത്തേണ്ട, കണക്കെടുക്കേണ്ട, കൃത്യമായ കണക്കുകൾ ഏകീകരിച്ച് അവർക്ക് ഓരോ ദിവസവും അല്ലെങ്കിൽ ഒരു മാസത്തെ കണക്ക്, ഒരാഴ്ചത്തെ കണക്ക് എല്ലാം ലഭിക്കുകയാണ്. അപ്പം അങ്ങനെ ലഭിക്കുമ്പോഴും ഒരുപാട് ചിലവ് കുറയുകയും സൗകര്യം വരികയും ആളുകളുടെ രീതികൾ മനസ്സിലാക്കാനും മറ്റും ഗവൺമെൻറ്റിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് സാറൊന്ന് വിശദമാക്കാമോ? അത്തരം ഒരു ആംഗിൾ കൂടെ. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ചോദ്യം ഉത്തരമായിട്ട് കണക്കാക്കേണ്ട, ഇതൊരു ചർച്ചയുടെ സ്വഭാവം ഇതിന് വരുന്നുണ്ട്. കാരണം സുധീഷ് പറഞ്ഞതൊരു പോയിന്റ്, അതും കൂടി ഇതിൽ നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ ഫോർമലൈസേഷൻ, അതിനെ ഔപചാര്യവൽക്കരണം, അതാണ്. അപ്പോൾ കണക്കിൽ വരുന്നു. അപ്പോൾ കണക്കിൽപ്പെടാത്ത ധാരാളം ബിസിനസ്സുകൾ, കച്ചവടം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. കണക്കിൽ എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള അക്കൗണ്ട് സമർപ്പണമോ കണക്ക് ബോധിപ്പിക്കലോ ഒന്നുമില്ലാതെ തന്നെ ഇപ്പം റോഡരികിലുള്ള തട്ടുകടകൾ ചായ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നല്ല വിപുലമായിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്താണല്ലോ നമ്മൾ ഇരുന്ന് സംസാരിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, ഒരു 5:30-6 മണിയാകുമ്പം വലിയ വിപുലമായ രീതിയിൽ തന്നെ ആഹാരം രാത്രി ഒരു 10-11 മണി വരെ കൊടുക്കുന്ന ബിസിനസ്സുകളുണ്ട്. സാധാരണ ഫോർമൽ ഒരു കാര്യമാണെങ്കിൽ നമുക്ക് ബോർഡുണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്, രജിസ്ട്രേഷൻ എന്തായാലും വേണം, കോർപ്പറേഷൻ്റെ ലൈസൻസ് വേണം, അവർ നിയന്ത്രിതമാണ്, ഫോർമലാണ്. അപ്പോൾ ഇൻഫോർമൽ സെക്ടറിൽ നടക്കുന്ന ഈ ആക്ടിവിറ്റീസ് UPI അതല്ലേ സുധീഷ്? അപ്പോൾ UPI ഒറ്റ കാരണം കൊണ്ട് നമുക്കതിൻ്റെ മൊത്തം തോത് എത്രയാണ്? പറഞ്ഞ പോലെ ആൾക്കൊരു ലാഭം, ഇൻകം ടാക്സ് വരേണ്ടിയ ആളല്ലേ, അല്ലെങ്കിൽ GSTക്ക് വിധേയമായ വേണ്ട ആളല്ലേ, ടാക്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ കൊടുത്തിരിക്കണം അല്ലേ? സംസ്ഥാനമായിക്കൊള്ളട്ടെ കേന്ദ്രമായിക്കൊള്ളട്ടെ, ടാക്സ് ലെവിയബിൾ രീതിയിലുള്ള ബിസിനസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ടാക്സ് കൊടുക്കണം. അതിന് ഈ UPI സഹായിക്കും. അതുകൊണ്ട് കൂടിയിട്ടാണ് അത് സുധീഷ് ഇപ്പോൾ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞ 5-10 വർഷം കൂടി വിപുലീകരിച്ചുകൊണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പരക്കെ ഇതൊരു ഹാബിറ്റ് പോലെ ആക്കുന്നത് രാജ്യത്തിന് നല്ലതാണ്. ആരും ഭരിച്ചോട്ടെ, ഭരണവും രാഷ്ട്രീയ പാർട്ടിയും തമ്മിൽ കൂട്ടിക്കൊടുക്കേണ്ട ഒരു ആവശ്യം, എല്ലാവർക്കും ഗുണം ചെയ്യും.
ആ കാരണം കൂടി അടിസ്ഥാനമാക്കി ഞാൻ നേരത്തെ പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ ധനപരമായിട്ട് ഈ കമ്പനിക്ക് ഇത് ലെവി ചെയ്യേണ്ട ആവശ്യമില്ല എന്നത് കൂടാതെ സുധീഷ് പറഞ്ഞ പോലെ ഇത് ഫോർമലൈസേഷനെ ഹെൽപ്പ് ചെയ്യുന്നു. അതിൻ്റെ മറ്റൊരു വശം, അതാണ് രസകരമെന്ന് ഞാൻ പറഞ്ഞത്. ഈ ഇടയ്ക്ക് ഒരു 8 മാസം മുമ്പ് ഞാൻ തമിഴ്നാട്ടിൽ പോയി. അപ്പം മധുര രാമേശ്വരത്താണ് പ്രത്യേകിച്ച് ഞാൻ കണ്ടത്. UPI പേയ്മെൻറ്റ് അവർ സ്വീകരിക്കുന്നേ ഇല്ല. കാർഡും സ്വീകരിക്കും, ക്രെഡിറ്റ് കാർഡും. ഞാൻ ഒരു ഹോട്ടലിൽ കഴിക്കാൻ പോയപ്പോൾ ഞങ്ങൾ 3-4 പേരുണ്ട്. അപ്പോൾ ഒരു 500-600 രൂപയുടെ ഊണമെന്ന് പറഞ്ഞു. 600 രൂപയ്ക്ക് സാധാരണ ക്രെഡിറ്റ് കാർഡ് എടുക്കും. അപ്പോൾ ഗൂഗിൾ പേ ഇല്ല, ക്രെഡിറ്റ് കാർഡ് എടുക്കും. ഉദ്ദേശം ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും അവരുടെ ആശങ്ക ഈ കണക്ക് വെച്ച് GST, കാരണം 40 ലക്ഷമാണല്ലോ സേവന മേഖലയിലുള്ള യൂണിറ്റിന് പരിധി. 40 ലക്ഷത്തിൽ കൂടുതലാണെങ്കിൽ ടാക്സ് ഉണ്ട്. മാനുഫാക്ചറിങ് ആണെങ്കിൽ 20 lakhs. നമുക്ക് സേവന മേഖലയാണ് നമ്മൾ പരക്കെ കാണുന്നത്. അപ്പോൾ അതിൽ റെസ്റ്റോറൻറ്റ്, മറ്റേ ബ്യൂട്ടി സലൂൺ, അല്ലെങ്കിൽ ബാർബർ ഷോപ്പ്, സാധാരണ നമ്മൾ ചെയ്യുന്ന എത്രയോ ആക്ടിവിറ്റീസ്. ആൻഡ് ഇന്നിപ്പം റെസ്റ്റോറൻറ്റ്സിലെ കച്ചവടമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എസ്പെഷ്യലി 2 പേരും ജോലി ചെയ്യാനൊക്കെ പോകേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഒരുവിധം മിഡിൽ ലെയറിലൊക്കെ ഉള്ള ആൾക്കാർ 40 ലക്ഷത്തിൽ കൂടുതലാണ്. പക്ഷെ നമ്മളത്രയ്ക്കും ശരിക്കും പറഞ്ഞാൽ നമ്മളും ഭക്ഷണം കഴിക്കാൻ പോകുന്നുള്ളൂ. ആ രീതിയിലുള്ള ഒരു സംവിധാനം ആ യൂണിറ്റുകളിലില്ല. അപ്പോൾ ഒരു ആശങ്ക അവരെ സംബന്ധിച്ചിടത്തോളം, ഇത് UPIയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിടിക്കപ്പെടുമോ? അപ്പോൾ അതിനും കൂടി നല്ലതാണ്. സുതാര്യത തന്നെയാണ് നമുക്ക് വേണ്ടത്. സുതാര്യത എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ മൂല്യം മാത്രമല്ല, ഒരു ധാർമ്മിക, ഒരു ഇന്ത്യൻ പദം പ്രയോഗിച്ചാൽ ധാർമ്മിക മൂല്യമാണ്. പഴയ രീതി അനുസരിച്ച് അത് നാട്ടുനടപ്പും കൂടിയിട്ടാണ്. അതിനെ വെട്ടിക്കാനും തട്ടിക്കാനും നോക്കിയിട്ടുണ്ട്. ഇത് പ്രോത്സാഹിപ്പിക്കാതിരിക്കുക മാത്രമല്ല, അങ്ങനത്തെ ഒരു വീക്ഷണം, നടപ്പ് നമ്മുടെ സമൂഹത്തിൻ്റെ, രാജ്യത്തിൻ്റെ, സംസ്ഥാനത്തിൻ്റെയൊക്കെ ആ വികസനം പിന്നെ സുസ്ഥിരതയൊക്കെ എഫക്റ്റ് ചെയ്യുമെന്നാണ് ഫൈനലായിട്ട് എനിക്ക് തോന്നുന്നത്. അടുത്ത അവസാനമായിട്ട് ഒരു ചോദ്യം സാർ. നമ്മൾ സാധാരണയായിട്ട് ഏത് കാര്യത്തിനും പിന്നിലും നമ്മൾ പറയാം, ചെറിയ കാര്യങ്ങളായാലും, ഇപ്പോൾ നമ്മൾ വ്യക്തിപരമായാലും അല്ലെങ്കിൽ സാമൂഹികപരമായും രാഷ്ട്രീയപരമായിട്ടും ഗവൺമെൻറ് തലത്തിൽ നിന്നും ഏത് കാര്യം എടുക്കുമ്പോഴും നമ്മളൊരു താല്പര്യം എന്നുള്ളൊരു ഘടകം അതിനകത്ത് നമ്മളെപ്പോഴും പരാമർശിക്കാറുണ്ട്. അപ്പോൾ നമുക്കറിയാം, UPI സേവനങ്ങൾ നൽകുന്ന ഗൂഗിൾ പേ ആയ ഫോൺ പേ, ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ രാജ്യത്ത് 80% അല്ലെങ്കിൽ അതിലധികം നിർവഹിക്കുന്നത് ഈ 2 കമ്പനികളാണ് അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇത് രണ്ടും അമേരിക്കൻ കമ്പനികളാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇതിന് ഫീസ് ചുമത്താനുണ്ടായൊരു സാഹചര്യം ഇത്തരം കമ്പനികളുടെ സമ്മർദ്ദമാണ് എന്ന തരത്തിൽ ചില പരാമർശങ്ങളുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മുടെ പല മുൻ അനുഭവങ്ങളിൽ നിന്നും നമുക്കറിയാം, പിന്നെ ഈ കൊക്കക്കോള പോലുള്ള കമ്പനികളുടെ കാര്യത്തിലായാലും അത്തരത്തിലുള്ള ബഹുരാഷ്ട്ര കമ്പനികളുടെ കാര്യത്തിലായാലും അത്തരം കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ തന്ത്രപ്രധാനമായ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വളരെ തന്ത്രപ്രധാനമായൊരു വിഷയത്തിൽ, ഈ പേയ്മെൻറ്റിൻ്റെ വിഷയത്തിൽ അത്തരത്തിലുള്ളൊരു സമ്മർദ്ദം എന്താണ്? ആ ആരോപണത്തെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? നമ്മുടെ ഗൂഗിൾ പേ, സാധാരണ GPay, അപ്പം ഈ സിറോക്സ് പോലെ ഇപ്പം ഞാൻ GPay ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് മാറ്റം വന്നു. എല്ലാവർക്കും അറിയാം, പരക്കെ അക്സെപ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അതിൻ്റെ കൂടെ ഫോൺ പേ അല്ലേ പറയുന്നത്? അതെ. പക്ഷേ സുധീഷ്, ഇത് കൂടാതെ, അതായത് ഇവർക്ക് താല്പര്യങ്ങൾ, അതാണ് പദം ഉപയോഗിച്ചത്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ആസ് ഓഫ് നൗ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഗൂഗിൾ പേ GPayക്ക് ഒരു നയാ പൈസയുടെ വരുമാനം ഇതിൽ നിന്നില്ല. UPI നമ്മൾ പേയ്മെൻറ്റിന് വേണ്ടി GPay ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു, അതാണല്ലോ. എന്നിട്ട് GPay ആപ്പ് വഴി നമ്മൾ പേ ചെയ്യുന്നു. അവരുടെ കണക്ടിവിറ്റി സാധാരണ കണക്ടിവിറ്റിയേക്കാളും ഫാസ്റ്റാണ്. അത് നമ്മൾ അംഗീകരിക്കണം. അതെങ്ങനെ സാധിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇപ്പം ബാങ്കുകളുടെ കാര്യം നമ്മളെടുത്താൽ ചില സമയത്തെങ്കിലും എല്ലാ ബാങ്കുകളും കുറേ അധികം സമയം കണക്റ്റ് ചെയ്യാനായിട്ട് സമയം എടുക്കാറുണ്ട്. പക്ഷെ ഉപയോഗത്തിൽ എനിക്കിതേവരെ ഗൂഗിൾ പേ എപ്പോഴെങ്കിലും ഒരു തടസ്സം ഗൂഗിൾ പേയിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഒരു ട്രാൻസാക്ഷനും പറ്റുള്ളൂ. അതേസമയം നമ്മുടെ ഈ തദ്ദേശീയമായ പല ടെക്നോളജിയിലും പല വിധത്തിലുള്ള ഡിലേ വന്നു പോകാറുണ്ട്. മാത്രമല്ല, ഞാൻ പറഞ്ഞത് മനസ്സിലാക്കേണ്ടത്, ഗൂഗിൾ പേയ്ക്കും ഫോൺ പേയ്ക്കും ആസ് ഓഫ് നൗ ഇതിൽ നിന്ന് ഇൻകം ഒന്നുമേ ഇല്ല. അവർക്കുള്ള മെച്ചം ഈ ആൾക്കാരുടെ ഇൻഫർമേഷൻ
ഡേറ്റ കിട്ടുന്നു, വാല്യുവേഷൻ ഈ മാതിരി കമ്പനികൾക്കുള്ള വാല്യുവേഷൻ ലാഭനഷ്ടക്കണക്കിലല്ല. ഇപ്പോൾ സൊമാറ്റോ, സ്വിഗ്ഗി എന്നൊക്കെ പറയുന്നത് ആസ് ഓഫ് നൗ ലാഭകരമല്ല. എന്നിരുന്നിട്ടും വലിയ വാല്യുവേഷൻ അവർക്കുണ്ട്. അതായത് മാർക്കറ്റ് കമ്പോളത്തിൽ ഷെയർ പ്രൈസിൻ്റെ വാല്യുവേഷൻ ഉണ്ട്. അത് ഈ എന്താണ് കമ്പോള ഒരു ധനകാര്യ വ്യവസ്ഥയുടെ ഒരു ഫീച്ചറാണ്, അല്ലെങ്കിൽ വെസ്റ്റേൺ ക്യാപിറ്റലിസ്റ്റ് മോഡലിൻ്റെയാണ്. അതിൻ്റെ എന്താണ് ദോഷവശത്തിലേക്ക് കടക്കണം. പക്ഷെ അത് കൂടാതെ വിസ, മാസ്റ്റർ കാർഡ് ഇവർ രണ്ടുപേരുമാണ് ലോകോത്തര പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ പ്രയോക്താക്കളും വലിയ നേട്ടം കറക്റ്റ് പ്രയോക്താക്കളും ഗുണഭോക്താക്കളും അവരാണ്. അവർക്ക് വലിയ ഒരു ക്ഷീണമാണ് ഈ UPI വഴി വന്നിരിക്കുന്നത്. അതും കൂടി കണക്കിലെടുത്ത് ഇപ്പോൾ എന്നെ പോലെയോ സുധേഷിനെ പോലെയോ പൊതുകാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള, ജനങ്ങൾക്ക് നന്മ വരണം എന്ന് താല്പര്യമുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളായാലും നമ്മുടെ UPIക്ക് അങ്ങനത്തെ ഒരു ഡയമെൻഷൻ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തുകൊണ്ട് വേണം നമ്മൾ ഡിസിഷൻ എടുക്കാൻ. കാരണം എത്രയോ തവണ ഇത് ഗൂഗിൾ ചെയ്താൽ കിട്ടും. വിസ, മാസ്റ്റർ കാർഡ്, ഇപ്പോൾ SBI കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ. ക്രെഡിറ്റ് കാർഡിന് പണ്ട് 2 ഇതേ ഉള്ളൂ, ഒന്നുകിൽ വിസ അല്ലെങ്കിൽ മാസ്റ്റർ. റൂപേ കാർഡ് വന്നത് ഈ UPIനെ അടിസ്ഥാനമാക്കി NPCI കൊണ്ടുവന്ന സംവിധാനമാണ് റൂപേ ക്രെഡിറ്റ് കാർഡ്. തികച്ചും തദ്ദേശീയമായ സ്ഥാപനം. വിസയും മാസ്റ്റർ കാർഡും US ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ് വഴി എത്രയോ തവണ ഇന്ത്യൻ ഗവൺമെൻറ് അവർക്കുള്ള ലാഭ പോസിബിലിറ്റീസിനെ നിരാകരിച്ചിരിക്കുന്നു, ബിസിനസ്സിനെ വളരാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം അവരെ ഹിറ്റ് ചെയ്യുന്നതാണ്. അപ്പം അതും കൂടി കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ പുറകെ ഇപ്പം സുധേഷ് നമ്മൾ നേരത്തെ ഇതിന് മുമ്പ് ഇതിൻ്റെ പുറകിലെ ബ്രെയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻസ്, അഭിമാനപൂർവ്വം പറയാം. ഒന്ന് നന്ദൻ നിലയ്ക്കേരി, ഇൻഫോസിസിൻ്റെ അറിയപ്പെടുന്ന ഒരു IT മാൻ. രണ്ടാമത്തത് ദിലീപ് ആസ്ബെ, NPCIയുടെ CEO ആണ് ഇപ്പോൾ. അദ്ദേഹത്തിന് എനിക്കങ്ങനെ പരിചയമില്ല. നന്ദൻ നിലയ്ക്കേനി എന്ന് പറയുന്ന ആളിനെ നമ്മൾ പരിപാടിയിൽ കണ്ടിട്ടുണ്ട്, വ്യക്തിപരമാണ്. പക്ഷെ ഇവരുടെ ഒരു ബ്രെയിൻ. പിന്നെ ഇവിടെ സംസ്ഥാനത്തിലെ VS അച്യുതാനന്ദൻ മന്ത്രിസഭയിലെങ്കിലും സുധേഷ് ഓർമ്മ കാണുമല്ലോ, ഈ ഓപ്പൺ സോഴ്സിനെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് ഇത് എല്ലാവർക്കും അവൈലബിൾ ആണ്. ഇപ്പോൾ സുധേഷിന് വേണമെങ്കിലും ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സ്ട്രക്ചർ ഉപയോഗിച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. സ്വതന്ത്ര സോഫ്റ്റ്വെയർ. UPI സ്ട്രക്ചർ സ്വതന്ത്ര സോഫ്റ്റ്വെയർ. അതുകൊണ്ടാണ് ആഫ്രിക്കൻ രാജ്യങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ ഇനി വികസനം വലിയ തോതിൽ വരാൻ പോകുന്നത് ആഫ്രിക്കയിൽ നിന്നാണ്. കാരണം 7.5 എത്രയാണ് 7 or 8 ബില്യൺ എന്നല്ലേ പറയുന്നത് അല്ലേ നമ്മുടെ ലോകത്തിലെ ജനസംഖ്യ. അതിൻ്റെ 1.4 ബില്യൺ ഏകദേശം ഇന്ത്യയുടെ പോപ്പുലേഷൻ 140 കോടി 150 കോടി എന്തോ ആയിക്കോട്ടെ ചിലപ്പോൾ പക്ഷേ ഈ ഒരു ഭൂഖണ്ഡം വളരെ ബാക്ക്വേർഡാണ് ഇപ്പോൾ. അപ്പോൾ ഇനി സാധ്യത അവിടെയാണ്. വളർച്ചയ്ക്ക് പണ്ട് ഇന്ത്യയിൽ സാധ്യത ഉണ്ടായിരുന്ന പോലെ ഇനി അങ്ങോട്ട് മൂവ് ചെയ്യണം. അവരുടെ ഈ ഡിജിറ്റൽ പേയ്മെൻറ്റ് സിസ്റ്റം അവർ ഇപ്പോൾ ഇന്ത്യയെ ആശ്രയിച്ച് നമീബിയ, ഘാന ഇവരൊക്കെ തുടങ്ങി. സിംഗപ്പൂർ, ഇന്തോനേഷ്യ, മലേഷ്യ നമ്മളുമായിട്ട്, കാരണം അവരുടെ അഡ്വാൻസ് ആണ്, വേറെ തരത്തിലുള്ള കൂട്ടുകെട്ടാണ്. ആഫ്രിക്കയിൽ ഒന്നുമേ ഇല്ല, അപ്പോൾ അവരിത് അഡോപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ആ വലിയ ഒരു തരത്തിൽ ഈ സ്ട്രക്ചർ ലോകത്തിന് ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പരമ്പരാഗതമായ നമ്മുടെ കാഴ്ചപ്പാടും നമ്മുടെ നാട്ടിൽ പേറ്റൻ്റ് ഇല്ലല്ലോ. എനിക്ക് തോന്നുന്നത് നമ്മുടെ സൊസൈറ്റിയെ നിലനിർത്തുന്നതും ഈ മാതിരിയുള്ള പൊതു താല്പര്യത്തിന് വേണ്ടി ലാക്കാക്കിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, ജീവിത രീതി, അടിസ്ഥാന തത്വങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞ പോലെ GPayയും ഫോൺപേയും ഷുവറല്ല. കാരണം അവർക്ക് എന്തായാലും മെച്ചമൊന്നുമില്ല. അവരുടെ മെച്ചം എത്രത്തോളം യൂസ് ചെയ്യുന്നു, വാല്യുവേഷൻ അവർക്ക് കൂടുതൽ, ഡേറ്റയും പിന്നെ വാല്യുവേഷൻ. അത് മാർക്കറ്റിൻ്റെ ഒരു സിസ്റ്റമാണ്. എന്തുകൊണ്ട് എന്നുള്ളതിന് ലോജിക്കലായിട്ട് നമുക്ക് ഉത്തരവില്ല. സുധേഷ് ഒരു സംരംഭം തുടങ്ങി 100 കോടി പേര് ഫോളോവേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ പോലും സാധാരണ ഒരു ചാനലിനേക്കാളും ഇൻകം വരുന്നു. അതേപോലത്തെ ഒരു ഇൻകമാണ് അവരുടെ. പക്ഷേ വിസ, മാസ്റ്റർ കാർഡ് അഫക്റ്റഡ് ആണെന്ന് മാത്രമല്ല, അമേരിക്ക പല രീതിയിലും ഇന്ത്യയുടെ പുറത്ത് ഇതൊന്ന് സഹകരിക്കണം ഞങ്ങളുമായിട്ട്, ഞങ്ങളുടെ കമ്പനികൾ, കാരണം ലോബിയുണ്ട് അവിടെ, വളരെ ഓപ്പൺ അല്ലേ.
എത്ര കോൺട്രിബ്യൂഷൻ ഇലക്ഷൻ കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ലോബി ചെയ്യാൻ ആൾക്കാരുണ്ട്. ഡിസിഷൻ അങ്ങനെ തന്നെ എടുക്കുന്നു. അവർ പറയുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യാണ്. ഇതാണ് ഞങ്ങളുടെ രീതി. അപ്പോൾ ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിന് വിസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി കൊടുക്കുന്നു എന്നുള്ള വിവരം എനിക്കില്ല. പക്ഷേ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ താല്പര്യം വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഔദ്യോഗികമായി ടേക്കപ്പ് ചെയ്യുന്നു. കാരണം ഇവരാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻസി. അപ്പോൾ ഈ പറയുന്ന ആംഗിളും ശരിയാണ്. അപ്പോൾ ദേശാഭിമാനി ഓൺലൈന് വേണ്ടി താങ്കളുടെ എന്താ പറയുക ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവുകൾ പങ്കുവച്ചതിന് നന്ദി.